ചിന്നക്കനാലിന് സമീപം സൂര്യനെല്ലിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരു സ്ത്രീക്ക് ദാരുണാന്ത്യമുണ്ടായ വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ വിജയൻ അപ്ഡേറ്റ് ചെയ്യുന്നു. പറയൂ രാഹുൽ വിജയൻ. സിംഗകണ്ഠം സ്വദേശി വെള്ളസ്വാമിയുടെ മകൾ മാരി 36 വയസ്സാണ്. ആ സ്ത്രീയാണ് മരിച്ചിരിക്കുന്ന കാട്ടാന ആക്രമണത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു സംഭവം. മകനെ സ്കൂളിൽ വിടാൻ വേണ്ടി പോയതാണ്. സ്കൂളിൽ വിടാൻ വേണ്ടി മകനെ ഒരുക്കി പുറത്തേക്ക് ഇറങ്ങി റോഡിലൂടെ നടന്നു പോകുന്നതിനിടയിൽ കാട്ടാനെ ആക്രമിക്കുകയായിരുന്നു. കുഞ്ഞും തള്ളയും കാട്ടാന ആണ് ആക്രമിച്ചത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വലിയൊരു കാട്ടാനയും അതിനോടൊപ്പം ഒരു കുട്ടി ആനയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി സിംഗകണ്ഠം മേഖലയിൽ ചുറ്റിക്കറങ്ങി നിൽക്കുകയായിരുന്നു. ആ കാട്ടാനയുടെ ആക്രമണത്തിലാണ് നിലവിൽ ഇപ്പോൾ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാരിയെ ആന ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മകനും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. വനം വകുപ്പ് എത്തി ആനയെ തുരത്തിയതിനു ശേഷം ആനയെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം ഈ മകനെ ഈ കുട്ടിയെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ആളുകളുടെ വലിയ പ്രതിഷേധമുണ്ട്. കാരണം RRT സജീവമായി തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തുടരുകയായിരുന്നു. വ്യാപകമായിട്ട് നാശനഷ്ടം ഉൾപ്പെടെ ഉണ്ടാക്കുന്നത് രാഹുൽ വിജയനാണ് ചിന്നക്കനാലിൽ നടന്ന ഈ അപകടത്തെക്കുറിച്ച് പറയുന്നത്. കാട്ടാനക്കൂട്ടമാണ് ആക്രമിച്ചത്. അതിലൊരു സ്ത്രീക്ക് ജീവഹാനി സംഭവിച്ചു. ഇപ്പോൾ ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ സാബു ടെലിഫോണിൽ ചേരുന്നു. നിഷ മാഡം, ഗുഡ് മോർണിംഗ്. എന്താ ശരിക്കും സംഭവിച്ചത്? ഗുഡ് മോർണിംഗ്. ഹലോ, പറയൂ, എന്താ സംഭവിച്ചത്? 2 കുട്ടികളെ സ്കൂളിലേക്ക് വിടാനായിട്ട് വന്ന വഴിക്കാണ് സംഭവം. ഒരാള് സ്ത്രീ മരിച്ചിട്ടുണ്ട്. 2 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. ഹോസ്പിറ്റലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്? കമ്പനി ഹോസ്പിറ്റൽ, സൂര്യനെല്ലി. ഓക്കെ. എന്തായാലും താങ്കൾ വേണ്ടുന്ന കെയർ എടുക്കുക. താങ്ക് യു ശ്രീമതി നിഷ സാബു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.